ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ടു ലേൺ PSC എഡ്യൂക്കേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു മോഡൽ എക്സാം നോക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് 50 ചോദ്യങ്ങളുള്ളൊരു മോഡൽ എക്സാമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും പേപ്പറോ അല്ലെങ്കിൽ ഒരു ബുക്കോ ഉണ്ടായിരിക്കണം. അതുപോലെ മാത്സ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ നൽകുന്നതായിരിക്കും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇല്ലാത്തവർ അതിൽ ജോയിൻ ചെയ്യുക. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ എക്സാമിലേക്ക് കടക്കാം. എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. ഓൾ ദ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മോഡൽ എക്സാം എഴുതാൻ റെഡിയായിരിക്കുകയാണ്. നിങ്ങൾ പേപ്പറൊക്കെ എടുത്ത് റെഡിയായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് എക്സാമിലേക്ക് വേഗം തന്നെ കടക്കാം. 4 സെക്ഷനുകളായിട്ടാണ് എക്സാം നടത്തുന്നത്. 4 കാറ്റഗറി ആയിട്ട് 50 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കേരള ഇന്ത്യൻ ചരിത്രമാണ്. 20 ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി. 4 ഓപ്ഷൻസ് ഉണ്ടാകും. കുറുമ്പൻ ദൈവത്താൻ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, KP വള്ളോൻ, P കൃഷ്ണപിള്ള. ഉത്തരം എഴുതിയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യപത്രിക ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യപത്രിക ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം, കയ്യൂർ സമരം, കരിവള്ളൂർ സമരം, കീഴരിയൂർ ബോംബ് കേസ്. മൂന്നാമത്തെ ചോദ്യം, ബാലകലേശം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ബാലകലേശം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ്. K കേളപ്പൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, പണ്ഡിറ്റ് KP കറുപ്പൻ, ചട്ടമ്പി സ്വാമികൾ. നാലാമത്തെ ചോദ്യം, 1946 ഇന്ത്യയിൽ നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട നഗരം. 1946 ഇന്ത്യയിൽ നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട നഗരം. ഹൈദരാബാദ്, മുംബൈ, കൊൽക്കത്ത, ബംഗാൾ. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ രാജ്ഞിക്ക് കീഴിലായ നിയമം. ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ രാജ്ഞിക്ക് കീഴിലായ നിയമം. റെഗുലേറ്റിംഗ് ആക്ട്, മിൻറ്റോ മോർലി ഭരണ പരിഷ്കാരം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1888, പീറ്റ്സ് ഇന്ത്യ നിയമം. ആറാമത്തെ ചോദ്യം, എത്ര ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് പോറ്റി ശ്രീരാമലു മരണമടഞ്ഞത്? 52 ദിവസം, 35 ദിവസം, 58 ദിവസം, 50 ദിവസം. അടുത്ത ഏഴാമത്തെ ചോദ്യം, മലബാർ കലാപം ആരംഭിച്ചത്. മലബാർ കലാപം ആരംഭിച്ചത് 1921 സെപ്റ്റംബർ 12, 1921 ഓഗസ്റ്റ് 20, 1923 സെപ്റ്റംബർ 2, 1921 ഓഗസ്റ്റ് 12. എട്ടാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കഴ്സൺ പ്രഭുവുമായി ബന്ധപ്പെട്ട പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ കഴ്സൺ പ്രഭുവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ്, വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയെ രൂപീകരിച്ച വൈസ്രോയി, ഇന്ത്യയിൽ ആദ്യമായി തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കി. നാലാമത്തെ പ്രസ്താവന, ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷന് രൂപം നൽകി. 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ 1, 3, 4. ഓപ്ഷൻ A 1, 3, 4. ഓപ്ഷൻ B 2, 4. ഓപ്ഷൻ C 1, 4. ഓപ്ഷൻ D 1, 2. നിങ്ങൾ എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒൻപതാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ പെൺപള്ളിക്കൂടം സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യത്തെ പെൺപള്ളിക്കൂടം സ്ഥാപിച്ചത് എവിടെയാണ്? പൂനെ, മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത. അടുത്ത 10ാമത്തെ ചോദ്യമാണ്, തെറ്റായ ജോഡി കണ്ടെത്തുക. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, ഹിതകാരിണി സമാജം വീരേശലിംഗം, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, മുക്തി മിഷൻ വിഷ്ണു ശാസ്ത്രി പണ്ഡിറ്റ്.
ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനങ്ങളും സ്ഥാപകരെയുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തെറ്റായത് ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. അടുത്ത 11ാമത്തെ ചോദ്യം. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ പൽപ്പു, ചട്ടമ്പി സ്വാമികൾ. 12ാമത്തെ ചോദ്യം. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത്. ദേശാഭിമാനി, മിതവാദി, സ്വദേശാഭിമാനി, കേരള കേസരി. അടുത്ത 13ാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയം നേരിട്ട കേരള മുഖ്യമന്ത്രി. ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയം നേരിട്ട കേരള മുഖ്യമന്ത്രി. സി അച്യുതമേനോൻ, സി എച്ച് മുഹമ്മദ് കോയ, ആർ ശങ്കർ, കെ കരുണാകരൻ. ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയം നേരിട്ട കേരള മുഖ്യമന്ത്രി എന്നതായിരുന്നു ചോദ്യം. അടുത്തത് 14ാമത്തെ ചോദ്യം. പ്രവിശ്യകളിലെ ദ്വിഭരണത്തെക്കുറിച്ചും പഠിക്കാനും അതിൻ്റെ മോദിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി. പ്രവിശ്യകളിലെ ദ്വിഭരണത്തെക്കുറിച്ചും മോഡിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിനും പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി. ഗദ്ദാർ പാർട്ടി, മുസ്ലിം ലീഗ്, സ്വരാജ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടുത്ത 15ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ പ്രത്യേക സംസ്ഥാനമായി പുനർസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ പ്രത്യേക സംസ്ഥാനമായി പുനർസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത്. പയ്യന്നൂർ, ഒറ്റപ്പാലം, ആലുവ, പാലക്കാട്. അടുത്ത 16ാമത്തെ ചോദ്യം. 1956 സംസ്ഥാന പുനർസംഘടനയുടെ നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ എത്രയാണ്? 1956 സംസ്ഥാന പുനർസംഘടനയിലൂടെ നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ എത്രയാണ്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 16, ഓപ്ഷൻ ഡി 8. അടുത്ത 17ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്ന സംഭവങ്ങളിൽ ഏതാണ് 1919 നടക്കാത്തത്? താഴെ പറയുന്ന സംഭവങ്ങളിൽ ഏതാണ് 1919 നടക്കാത്തത്? ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്, റൗലറ്റ് നിയമം പാസാക്കിയത്, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. അടുത്ത 18ാമത്തെ ചോദ്യമാണ്. ശുഭാനന്ദ ഗുരുദേവൻ സ്ഥാപിച്ച ശുഭാനന്ദ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശുഭാനന്ദ ഗുരുദേവൻ സ്ഥാപിച്ച ശുഭാനന്ദ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറുകോൽ, മാവേലിക്കര, കൊല്ലങ്കോട്, പാലക്കാട്, ചിറയൻകീഴ്, ചവറ. 4 ഓപ്ഷൻസ് ഉണ്ട്. അടുത്ത 19ാമത്തെ ചോദ്യമാണ്. മുക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ. മുക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ. ശുഭാനന്ദ ഗുരുദേവൻ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, ആഗമാനന്ദ സ്വാമികൾ, വേലുക്കുട്ടി അരയൻ. അടുത്ത കേരള ഇന്ത്യ ചരിത്രത്തിലെ ലാസ്റ്റ് ചോദ്യമാണ്. 1857 വിപ്ലവത്തിന് അലഹബാദിൽ നേതൃത്വം നൽകിയത്. 1857 വിപ്ലവത്തിന് അലഹബാദിൽ നേതൃത്വം നൽകിയത്. ലിയാഖത്ത് അലി, ദേവി സിംഗ്, അമർ സിംഗ്, ഗേതം സിംഗ്. ഉത്തരം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങൾ കേരള ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് നോക്കി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കേരള ഇന്ത്യ ഹിസ്റ്ററി 20 ചോദ്യങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഇന്ത്യൻ ജോഗ്രഫിയാണ്. അതിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സും. 10 ചോദ്യങ്ങളാണുള്ളത്. ശ്രദ്ധിച്ച് ഉത്തരം എഴുതുക. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. റീഡ് തവളകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം. ഓപ്ഷൻ എ ആറളം വന്യജീവി സങ്കേതം, ഓപ്ഷൻ ബി പറമ്പിക്കുളം വന്യജീവി സങ്കേതം, ഓപ്ഷൻ സി മലബാർ വന്യജീവി സങ്കേതം, ഓപ്ഷൻ ഡി ചിന്നാർ വന്യജീവി സങ്കേതം. ഉത്തരം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. അളകനന്ദ, ഭാഗീരഥി നദികൾ സംഗമിച്ച് ഗംഗാ നദി രൂപപ്പെടുന്നത് എവിടെ വെച്ചാണ്? അളകനന്ദ, ഭാഗീരഥി നദികൾ സംഗമിച്ച് ഗംഗാ നദി രൂപപ്പെടുന്നത് എവിടെ വെച്ചാണ്? രുദ്രപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, ദേവപ്രയാഗ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യ വെള്ളക്കടുവ സങ്കേതം നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ആദ്യ വെള്ളക്കടുവ സങ്കേതം നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, സിക്കിം, ഒഡീഷ. അടുത്ത നാലാമത്തെ ചോദ്യം. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം.
വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഒഡീഷ, ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ഹിമാചൽ പ്രദേശ്. അടുത്ത 5-ാമത്തെ ചോദ്യം. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി? തൂവാന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി? കബനി, കല്ലടയാർ, നെയ്യാർ, പാമ്പാർ. അടുത്ത കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യമാണ്. ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം വേണ്ടെന്ന് ഏതു ദ്വീപ് നിവാസികളാണ് ജനഹിത പരിശോധനയിലൂടെ അഭിപ്രായപ്പെട്ടത്? ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം വേണ്ടെന്ന് ഏതു ദ്വീപ് നിവാസികളാണ് ജനഹിത പരിശോധനയിലൂടെ അഭിപ്രായപ്പെട്ടത്? ബ്രിട്ടൻ, ന്യൂ കാലിഡോണിയ, ഫ്രഞ്ച് ഗയാന, ഫ്രഞ്ച് പോളിനേഷ്യ. അടുത്ത ചോദ്യം 7-ാമത്തെയാണ്. കറണ്ട് അഫയേഴ്സ് കേരള ഇന്ത്യ ജോഗ്രഫിയിലെ 7-ാമത്തെ ചോദ്യമാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി? നിർഭയം, തിര, അഗ്നി, കനൽ. അടുത്ത ചോദ്യം 8-ാമത്തെ ചോദ്യമാണ്. കൊറോണ വൈറസിൻ്റെ ഒമിക്രോൺ വകഭേദം ബാധിച്ചുള്ള ആദ്യ മരണം സംഭവിച്ചത് ഏതു രാജ്യത്താണ്? അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ. അടുത്ത 9-ാമത്തെ ചോദ്യമാണ്. 2021 ഇന്ത്യയുടെ 72-ാം റിപ്പബ്ലിക് ദിന പരേഡിൽ മാർച്ച് ചെയ്ത അയൽ രാജ്യത്തെ സൈനിക സംഘം? 2021 ഇന്ത്യയുടെ 72-ാം റിപ്പബ്ലിക് ദിന പരേഡിൽ മാർച്ച് ചെയ്ത അയൽ രാജ്യ സൈനിക സംഘം? നേപ്പാൾ, ബംഗ്ലാദേശ്, ചൈന, ശ്രീലങ്ക. ഏത് അയൽ രാജ്യത്തെ സൈനിക സംഘമാണ് ഇന്ത്യയുടെ 72-ാം റിപ്പബ്ലിക് ദിന പരേഡിൽ മാർച്ച് ചെയ്തത് എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം 10-ാമത്തെ ലാസ്റ്റ് ചോദ്യമാണ്. കറണ്ട് അഫയേഴ്സ് കേരള ഇന്ത്യ ജോഗ്രഫിയിലെ 10-ാമത്തെ ചോദ്യമാണ്. എത്രാമത്തെ JC ഡാനിയൽ പുരസ്കാരമാണ് P. ജയചന്ദ്രന് ലഭിച്ചത്? 27-ാമത്തെ, 29-ാമത്തെ, 28-ാമത്തെ, 18-ാമത്തെ. ഉത്തരം എല്ലാം കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് സെക്ഷൻ 3 ആണ്. മാത്സ് ആണ്. 10 ചോദ്യങ്ങൾ ഉണ്ടാകും. ചോദ്യങ്ങൾ നോക്കാം. ഒരു സംഖ്യയുടെ 16% 8 ആയാൽ അതിൻ്റെ 8% എത്രയാണ്? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 8. ഒരു സംഖ്യയുടെ 16% 8 ആയാൽ അതിൻ്റെ 8% എത്രയാണ് എന്നാണ് ചോദ്യം. ചോദ്യം 2. 39 ആളുകളുള്ള ഒരു വരിയിൽ മനു മുന്നിൽ നിന്ന് 15-ാമതായാൽ പിന്നിൽ നിന്ന് മനുവിൻ്റെ സ്ഥാനം കണ്ടെത്തുക. 39 ആളുകളുള്ള ഒരു വരിയിൽ മനു മുന്നിൽ നിന്ന് 15-ാമതായാൽ പിന്നിൽ നിന്ന് മനുവിൻ്റെ സ്ഥാനം കണ്ടെത്തുക. ഓപ്ഷൻ എ 23, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 24, ഓപ്ഷൻ ഡി 25. ചോദ്യം 3. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ഓപ്ഷൻ എ 9, 1/2, 9, 10, 1/2, ഡി 10. നാലാമത്തെ ചോദ്യം. 99.99 എത്ര ചേർത്താൽ 100 പൂർത്തിയാകും? 99.99 എത്ര ചേർത്താൽ 100 പൂർത്തിയാകും? ഓപ്ഷൻ എ 0.01, ഓപ്ഷൻ ബി 0.1, ഓപ്ഷൻ സി 1.01, ഓപ്ഷൻ ഡി 1.1. ഇങ്ങനെ മാത്സിനെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കും. എന്നാലും നിങ്ങൾക്കൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. 5-ാമത്തെ ചോദ്യം. ശരാശരി കാണുക. 0.01, 0.483, 1.20, 3.75, 1.97. ഇത്രയും സംഖ്യകളുടെ ശരാശരി കാണുക എന്നാണ് ഇത് ചോദ്യം. ഓപ്ഷൻ എ 1.36, ഓപ്ഷൻ ബി 1.036, ഓപ്ഷൻ സി 1.4826, ഓപ്ഷൻ ഡി 1.236. ഓപ്ഷൻ ചോദ്യം 6 ആണ്. 4:n = 1024 ആയാൽ n²n⁻³ വില എത്ര എന്നാണ് ചോദ്യം. 4:n 1024 ആണ്.
എന്നാൽ n⁻3യുടെ വില കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 49, ഓപ്ഷൻ ബി 125, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 25. നിങ്ങൾ ഉത്തരം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അടുത്ത 7ാമത്തെ ചോദ്യമാണ്. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിലോടുന്ന 150 മീറ്റർ നീളമുള്ള തീവണ്ടി 250 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സെക്കൻഡ് വേണം? മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിലോടുന്ന 150 മീറ്റർ നീളമുള്ള തീവണ്ടി 250 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സെക്കൻഡ് വേണം? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 20. 8ാമത്തെ ചോദ്യം. 1/2, 2/3, 3/4 എന്നിവയുടെ ലസാഗു കാണുക. 1/2, 2/3, 3/4 എന്നിവയുടെ ലസാഗു എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1/6, ഓപ്ഷൻ ബി 1/2, ഓപ്ഷൻ ഡി 2/3, ഓപ്ഷൻ ഡി 6. 9ാമത്തെ ക്വസ്റ്റ്യൻ. മാത്സിലെ 9ാമത്തെ ക്വസ്റ്റ്യനാണ്. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 125, ഓപ്ഷൻ സി 196, ഓപ്ഷൻ ഡി 81. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണെന്ന് ചോദ്യം. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് മാത്സിലെ. 2, 6, 12, 20. അടുത്ത സംഖ്യ ഏതാണെന്ന ചോദ്യം. ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 22, ഓപ്ഷൻ സി 30, ഡി 40. അപ്പോൾ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ സൊല്യൂഷൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ നൽകും. അപ്പോൾ നിങ്ങളുടെ ആൻസറുമായിട്ടൊന്ന് അറ്റൻഡ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സെക്ഷൻ 4ലേക്ക് എത്തി. ജനറൽ സയൻസ് ആണ്. 10 ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ നോക്കാം. ലിസ വൈറസ് രോഗകാരിയാവുന്നത് ഏത് രോഗത്തിനാണ്? ലിസ വൈറസ് രോഗകാരിയാവുന്നത് ഏത് രോഗത്തിനാണ്? പേവിഷബാധ, ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി, മീസിൽസ്. 2ാമത്തെ ചോദ്യം നോക്കാം. ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 8, 1 ആയാൽ മൂലകം പീരിയോഡിക് ടേബിളിൽ ഏത് പീരിയഡിൽ ഉൾപ്പെടുന്നു? ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 8, 1 ആണ്. മൂലകം പീരിയോഡിക് ടേബിളിൽ ഏത് പീരിയഡിൽ ഉൾപ്പെടുന്നു? 3, 2, 5, 4. അടുത്ത 3ാമത്തെ ചോദ്യം. ഭൗമോപരിതലത്തിൽ അനുഭവപ്പെടുന്ന ശരാശരി ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ ജിയുടെ മൂല്യം എത്രയാണ്? ഓപ്ഷൻ എ 4 m/s², ഓപ്ഷൻ ബി 9.8 m/s², ഓപ്ഷൻ സി 8.9 m/s², ഓപ്ഷൻ ഡി 8 m/s². ആൻസർ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നതിൽ പ്രോട്ടീൻ അഭാവത്തിലുള്ള രോഗം ഏതാണ്? താഴെ പറയുന്നതിൽ പ്രോട്ടീൻ അഭാവത്തിലുള്ള രോഗം ഏതാണ്? റിക്കറ്റ്സ്, സ്കർവി, ക്വാഷിയോർക്കർ, ബെറിബറി. 5ാമത്തെ ചോദ്യം. മാംസപേശികൾ ഇല്ലാത്തതിനാൽ സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയാത്ത അവയവം. മാംസപേശികൾ ഇല്ലാത്തതിനാൽ സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയാത്ത അവയവം. വൃക്ക, കരൾ, ആമാശയം, ശ്വാസകോശം. അടുത്ത 6ാമത്തെ ചോദ്യം. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ്. മീറ്റർ, m/s², സെക്കൻഡ്, കിലോമീറ്റർ. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റാണ് ചോദിച്ചത്. 7ാമത്തെ ചോദ്യം. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനം. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനം. സോളാർ ബന്ധനം, തന്മാത്രാ ബന്ധനം, സഹസംയോജക ബന്ധനം, അയോണിക ബന്ധനം. 8ാമത്തെ ചോദ്യം. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധം. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധം. ആൻറ്റിസെപ്റ്റിക്, അനാൽജസിക്, ആൻറ്റിബയോട്ടിക്, ആൻറ്റിപൈററ്റിക്സ്. ഓപ്ഷൻ 9. ചോദ്യം 9. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രക്രിയ. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രക്രിയ. പുനർഹിമായനം, പ്രതലബലം, കൊഹിഷൻ ബലം, പ്ലവക്ഷമ ബലം. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രക്രിയ. ലാസ്റ്റ് ചോദ്യം. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്ക്. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്ക്. ഊർജം, ഊഷ്മാവ്, പവർ, താപം. അപ്പം നമ്മളങ്ങനെ 50 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആൻസർ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് ആൻസർ ഒക്കെ എത്ര കിട്ടി, എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. മാത്സിൻ്റെ സൊല്യൂഷൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള എക്സാമുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു.
കൂടുതലായിട്ട് നമ്മൾക്കിനി മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാം ഒക്കെ ഉൾപ്പെടുത്താൻ എക്സാം എഴുതാറായല്ലോ. അപ്പോൾ എല്ലാവരും പഠനം ഉഷാറാക്കുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ മോഡൽ എക്സാമിൻ്റെ ആൻസർ കീ കൂടി നോക്കാം. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആൻസർ മാത്രം ഒന്ന് വായിച്ച് പോവുക എന്നാണ്. ഇനി ഇതിൻ്റെ അനുബന്ധ വിവരങ്ങളൊക്കെ അടങ്ങിയുള്ള വീഡിയോ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ നോക്കിയിട്ട് പോവാം. എന്നിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സെക്ഷൻ 1 നമുക്ക് നോക്കാം. കേരള ചരിത്രം. ആ ഓർഡറിൽ തന്നെ നമുക്ക് നോക്കിപ്പോവാം. കേരള നവോത്ഥാന നായകരിൽ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആൻസർ എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യപത്രിക ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസ്. മൂന്നാമത്തെ ചോദ്യം, ബാലകലേശം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് പണ്ഡിറ്റ് KP കറുപ്പൻ. നാലാമത്തെ ചോദ്യം, 1946 ഇന്ത്യയിൽ നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട നഗരം? മുംബൈ. ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ രാജ്ഞിക്ക് കീഴിലായ നിയമം. അഞ്ചാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ രാജ്ഞിക്ക് കീഴിലായ നിയമം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അടുത്ത ചോദ്യം, മലബാർ കലാപം ആരംഭിച്ചത്? 1921 ഓഗസ്റ്റ് 12. എട്ടാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കഴ്സൺ പ്രഭുവുമായി ബന്ധപ്പെട്ട പ്രസ്താവന. ഈ ഒരു സെക്ഷനാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പ്രസ്താവന ചോദ്യങ്ങൾ, അതായത് ശരിയും തെറ്റും കണ്ടുപിടിക്കൽ, ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കൽ, അതൊക്കെയുള്ളൊരു മെനക്കെട്ട ചോദ്യത്തിൻ്റെ ഒരു ഇതാണ്. LDC LGS മെയിൻസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരാളെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികൾ, അദ്ദേഹത്തിന് മറ്റുള്ളവർ നൽകിയ വിശേഷണങ്ങൾ, ഇതൊക്കെയാണ്. അതേപോലെ തന്നെ പല സംഭവങ്ങളും പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയും തെറ്റും എന്ന പ്രസ്താവനയൊക്കെ വന്നാൽ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കഴ്സൺ പ്രഭുവിനെയാണ് എടുത്തിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു കഴ്സൺ പ്രഭുവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ? ഓപ്ഷൻ D ആണ് 1ഉം 2ഉം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയെ രൂപീകരിച്ച വൈസ്രോയി. എല്ലാവർക്കും മനസ്സിലായല്ലോ. 9ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ പെൺപള്ളിക്കൂടം സ്ഥാപിച്ചത് എവിടെയാണ്? പൂനെ. അടുത്തതും അതേപോലെ ഒരു ക്വസ്റ്റ്യനാണ്. തെറ്റായ ജോഡി കണ്ടുപിടിക്കുക. ആര്യ സമാജം, ഹിതകാരണി സമാജം, പ്രാർത്ഥന സമാജം, ഇതൊക്കെ നമുക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്നാൽ മുക്തി മിഷൻ എന്ന് പറഞ്ഞ് സ്ഥാപിച്ചത് ആരാണെന്ന് നമുക്കറിയില്ല. അപ്പം നമുക്കറിയില്ല, നമ്മൾ വിചാരിക്കും ഇദ്ദേഹം തന്നെയാണോ, അങ്ങനെയൊക്കെയാണ് വിചാരിക്കും. അപ്പോൾ വിഷ്ണു ശാസ്ത്രി പണ്ഡിറ്റ് അല്ല. തെറ്റായ ഓപ്ഷൻ D ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ അനുബന്ധ വിവരങ്ങൾ പഠിക്കുമ്പോൾ എല്ലാം ഒന്ന് പഠിച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ ഈ തിരിഞ്ഞു പോകുന്ന ക്വസ്റ്റ്യനൊക്കെ നമുക്ക് നന്നായി പഠിക്കാൻ പറ്റും. 11ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ? അയ്യങ്കാളി. 12ാമത്തെ ചോദ്യം, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത്? കേരള കേസരി. 13ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയം നേരിട്ട മുഖ്യമന്ത്രി? K. കരുണാകരൻ. 14, പ്രവിശ്യകളിലെ ദീപരണത്തെക്കുറിച്ച് പഠിക്കാനും മോഡിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി? സ്വരാജ് പാർട്ടി. അടുത്ത ചോദ്യം 15ാമത്തെയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ പ്രത്യേക സംസ്ഥാനമായി പുനർസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് പയ്യന്നൂരിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1956 സംസ്ഥാന പുനർസംഘടനയുടെ നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ 14. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സംഭവങ്ങൾ ഏതാണ് 1919 നടക്കാത്തത് എന്നാണ് വന്നത്? ഓപ്ഷൻ D ആണ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, ശുഭാനന്ദ ഗുരുദേവൻ സ്ഥാപിച്ച ശുഭാനന്ദ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറുകോൽ, മാവേലിക്കരയിലെ ചെറുകോലിലാണ്. അടുത്തത്, മുക്കൂത്തി സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 1857 വിപ്ലവത്തിന് അലഹാബാദിൽ നേതൃത്വം നൽകിയത്? ലിയാഖത്ത് അലി. അപ്പോൾ നമ്മൾ 20 ചോദ്യം കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ട് അയക്കണം. GK എനിക്ക് ഇത്ര മാർക്ക് കിട്ടി, മാത്സ് എനിക്ക് ഇത്ര കിട്ടി, സയൻസ് എത്ര കിട്ടി, ജോഗ്രഫി കറണ്ട് അഫയേഴ്സിന് എത്ര കിട്ടി, അങ്ങനെ അയക്കണം. പിന്നെ ടോട്ടൽ മാർക്ക് വെക്കണം. അപ്പം നിങ്ങൾ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് എനിക്കും ഒരു ബോധ്യമാവണമല്ലോ. അപ്പം നമുക്കിനി സെക്ഷൻ 2 നോക്കാം. കേരള ഇന്ത്യൻ ജോഗ്രഫി.
റീഡ് തവളകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? റീഡ് തവളകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം മലബാർ വന്യജീവി സങ്കേതം. അളകനന്ദ ഭാഗീരഥി നദികൾ സംഗമിച്ച് ഗംഗാ നദി രൂപപ്പെടുന്നത് എവിടെ വെച്ചാണ്? ദേവപ്രയാഗ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യ വെള്ളക്കടുവ സങ്കേതം നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ്. തൂവാന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പാമ്പാർ. അടുത്തത് കറണ്ട് അഫയേഴ്സ് ആണ്. ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം വേണ്ടെന്ന് ഏത് ദ്വീപ് നിവാസികളാണ് ജനഹിത പരിശോധനയോട് അഭിപ്രായപ്പെട്ടത്? ന്യൂ കാലിഡോണിയ. അടുത്തത് സ്ത്രീ സുരക്ഷയ്ക്കായി കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി കനൽ. അടുത്തത് കൊറോണ വൈറസിൻ്റെ ഒമിക്രോൺ വകഭേദം ബാധിച്ചുള്ള ആദ്യ മരണം സംഭവിച്ചത് ഏത് രാജ്യത്താണ്? ബ്രിട്ടൻ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, 2021 ഇന്ത്യയുടെ 72ാം റിപ്പബ്ലിക് ദിന പരേഡിൽ മാർച്ച് ചെയ്ത അയൽരാജ്യ സൈനിക സംഘം ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിലെ സൈനിക സംഘമാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയുടെ 72ാം റിപ്പബ്ലിക് ദിന പരേഡിൽ മാർച്ച് ചെയ്തത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, എത്രാമത്തെ ജെ.സി. ഡാനിയൽ പുരസ്കാരമാണ് പി. ജയചന്ദ്രന് ലഭിച്ചത്? 28ാമത്തെ. അപ്പോൾ നമ്മൾ സെക്ഷൻ 2 കംപ്ലീറ്റ് ചെയ്തു. എല്ലാ ഉത്തരങ്ങളും നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കിട്ടാത്ത ഉത്തരങ്ങളുണ്ടെങ്കിൽ നോക്കുക. അപ്പോൾ അടുത്തത് മാത്സ് ആണ്. ഒരു സംഖ്യയുടെ 16% 8 ആയാൽ അതിൻ്റെ 8% എത്രയാണ്? ഓപ്ഷൻ സി 4. അടുത്തത് 39 ആളുകളുള്ള ഒരു വരിയിൽ മനു മുന്നിൽ നിന്ന് 15ാമതായാൽ പിന്നിൽ നിന്ന് മനുവിൻ്റെ സ്ഥാനം 25. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി 10 1/2. ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ ടെലിഗ്രാമിലേക്ക് അയക്കും. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് വായിക്കുന്നതേ ഉള്ളൂ. 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താണ്? 0.01. 99.99 എത്ര ചേർത്താൽ 100 പൂർത്തിയാകും? 0.01. ശരാശരി കാണുക. അതിൻ്റെ ഓപ്ഷൻ സി 1.4826. 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 25. ഇതിലൊക്കെ സൊല്യൂഷൻ അയക്കുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ആൻസർ ഇങ്ങനെ മാത്രം വായിക്കുന്നത്. 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 20 സെക്കൻഡ്. 8ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 6. കൂട്ടത്തിൽ പെടാത്തത് ഏത്? 100 125 196 100 125 196 81. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? എല്ലാവർക്കും കിട്ടിക്കാണും. എന്തുകൊണ്ടാണെന്നൊക്കെ അറിയാം. 10ാമത്തെ ക്വസ്റ്റ്യനും ആൻസർ ഓപ്ഷൻ സി 30. ഇനി ജനറൽ സയൻസ് ലാസ്റ്റ് സെക്ഷനാണ്. ലിസ വൈറസ് രോഗകാരിയാവുന്നത് ഏത് രോഗത്തിനാണ്? പേവിഷബാധ. അടുത്തത്, ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2 8 8 1 ആയാൽ മൂലകം ഏത് പീരിയഡിലാണ് ഉൾപ്പെടുന്നത്? 4ാമത്തെ. ഭൗമോപരിതലത്തിൽ അനുഭവപ്പെടുന്ന ശരാശരി ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ മൂല്യം 9.8 മീറ്റർ/സെക്കൻഡ്². 4ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ പ്രോട്ടീൻ അഭാവത്തിലുള്ള രോഗം? ക്വാഷിയോർക്കർ. 5 മാംസപേശികൾ ഇല്ലാത്തതിനാൽ സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയാത്ത അവയവം? ശ്വാസകോശം. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ്? മീറ്റർ. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനം? അയോണിക ബന്ധനം. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധം? ആൻറ്റിപൈററ്റിക്സ്. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രക്രിയ? പുനർഹിമായനം. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്ക്? പവർ. അപ്പോൾ നമ്മൾ 50 ചോദ്യങ്ങളും കവർ ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എക്സാമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കിട്ടിയ മാർക്കൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാമുകൾ തന്നെയായിരിക്കും നോക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താം. മാത്സിൻ്റെ സൊല്യൂഷൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ നിങ്ങൾ അതും കൂടിയൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക.